അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റെയേഴ്സ് എന്നുള്ള ടോപ്പിക്കാണ് പഠിച്ചത്. അപ്പോൾ അതിൽ വരുന്ന MCQs ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ വെർട്ടിക്കൽ പോർഷൻ ബിറ്റ്വീൻ ഈച്ച് ട്രെഡ് ഓൺ ദ സ്റ്റെയർ ഇസ് കോൾഡ്. അപ്പോൾ നമുക്കറിയാം, ഓപ്ഷൻസ് നോക്കൂ, ഗോയിങ്, നോസിങ്, വൈൻഡർ ആൻഡ് റൈസർ. അപ്പോൾ ഈ വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, അതായത് രണ്ട് ട്രെഡുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് റൈസ് എന്ന്. വെർട്ടിക്കൽ പോർഷൻ, ആ വെർട്ടിക്കൽ പോർഷൻ നമ്മൾ എന്താ പറയുക, റൈസർ എന്നാണ് പറയുക. ഓക്കെ, ട്രെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഹൊറിസോണ്ടൽ പോർഷനെയാണ് അതായത് നമ്മൾ കാല് വയ്ക്കുന്ന ആ ഹൊറിസോണ്ടൽ പോർഷൻ, സ്റ്റെപ്പിൻ്റെ ഹൊറിസോണ്ടൽ പോർഷനെയാണ് നമ്മൾ ട്രെഡ് എന്ന് പറയുക. അപ്പോൾ ഈ രണ്ട് ട്രെഡുകൾ തമ്മിലുള്ള ഈ വെർട്ടിക്കൽ പോർഷന് നമ്മൾ എന്താണ് പറയുക, റൈസർ എന്നാണ് പറയുക. ഡിസ്റ്റൻസിന് എന്താണ് പറയുക, റൈസ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി, റൈസറാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബാലസ്റ്റർ ഇൻ എ സ്റ്റെയർ ഇസ് ദ ഡാഷ് മെമ്പർ സപ്പോർട്ടിങ് ഡാഷ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ബാലസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെർട്ടിക്കൽ മെമ്പറാണ്. എന്തിനാണ് സപ്പോർട്ട് ചെയ്യുക? ഹാൻഡ് റെയിലിനെ സപ്പോർട്ട് ചെയ്യുന്ന വെർട്ടിക്കൽ മെമ്പറിനെയാണ് നമ്മൾ ബാലസ്റ്റർ എന്ന് പറയുക. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ സി, വെർട്ടിക്കൽ ആൻഡ് ഹാൻഡ് റെയിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈപ്സ് ഓഫ് സ്റ്റെയേഴ്സ് ആർ ദർ ബേസ്ഡ് ഓൺ ദ മെറ്റീരിയൽ? ബേസ്ഡ് ഓൺ ദ മെറ്റീരിയൽ എത്ര ടൈപ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്? 5 ടൈപ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ്? ബ്രിക്ക് സ്റ്റെയേഴ്സ്, സ്റ്റോൺ സ്റ്റെയേഴ്സ്, RCC സ്റ്റെയേഴ്സ്, ഗ്ലാസ് സ്റ്റെയേഴ്സ് ആൻഡ് ടിമ്പർ സ്റ്റെയേഴ്സ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി 5 ടൈപ്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സ്പേസ് ഹൗസിങ് ദ സ്റ്റെയേഴ്സ് ഇസ് കോൾഡ്. എന്താണ്? അതായത് ഈ സ്റ്റെയർ ലൊക്കേറ്റ് ചെയ്യുന്ന റൂം അല്ലെങ്കിൽ ആ ഒരു സ്പേസ് അല്ലെങ്കിൽ ആ ഒരു അപ്പാർട്ട്മെൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റെയർ കേസ്. കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് ലൈക്ക് എ ബോക്സ് അല്ലേ? അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ, സ്റ്റെയർ കേസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് IS കോഡ് ഗീവ്സ് ഡീറ്റെയിൽസ് അബൌട്ട് വുഡൻ സ്റ്റെയേഴ്സ്? അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി, IS 1634 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് സ്റ്റെയേഴ്സ് ആർ എ വേരിയേഷൻ ഓഫ് L-ഷേപ്പ് സ്റ്റെയേഴ്സ്. ആൻസർ എന്താണ്? ഓപ്ഷൻ എ, വൈൻഡേഴ്സ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡെക്കറേറ്റീവ് ക്യാപ്പ് ടു ദ ടോപ്പ് ഓഫ് എ ന്യൂൽ പോസ്റ്റ് ഈസ് കോൾഡ്. ആൻസർ എന്താണ്? ഓപ്ഷൻ എ, ഫീനിയൽ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ഹൗ മെനി സ്റ്റെയേഴ്സ് ഇസ് എ ലാൻഡിംഗ് പ്രൊവൈഡഡ് ഇൻ പബ്ലിക് റെസിഡൻഷ്യൽ പ്ലേസസ്? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എത്രയാണ്? മാക്സിമം 12ഉം മിനിമം 3യുമാണ് എന്താണ് ഒരു ഫ്ലൈറ്റിൽ കൊടുക്കാൻ പറ്റുന്ന സ്റ്റെപ്സ് അല്ലേ? അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി, 12 ആണ്. ഓക്കെ, next question, a dash is defined as a sequence of steps and is provided to afford the means of ascent and descent between the floors or landings. Answer എന്താണ്? ഓപ്ഷൻ എ, സ്റ്റെയർ. ഓക്കെ, ഒരു സീരീസ് അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് സ്റ്റെപ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റെയർ എന്ന് പറയുക. സ്റ്റെയർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക? അതായത് വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷന്, ഒരു ഫ്ലോർ ലെവലിൽ നിന്നും നെക്സ്റ്റ് ഫ്ലോർ ലെവലിലേക്കുള്ള വെർട്ടിക്കൽ ട്രാൻസ്പോർട്ടേഷനാണ് നമ്മൾ സ്റ്റെയർ യൂസ് ചെയ്യുക. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, സ്റ്റെയർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ വെർട്ടിക്കൽ മെമ്പർ വിച്ച് ഈസ് ഫിക്സ്ഡ് ബിറ്റ്വീൻ സ്ട്രിങ് ആൻഡ് ഹാൻഡ് റെയിൽ ടു ഗീവ് സപ്പോർട്ട് ടു ദ ഹാൻഡ് റെയിൽ. അപ്പോൾ ഹാൻഡ് റെയിലിന് സപ്പോർട്ട് ചെയ്യുന്ന വെർട്ടിക്കൽ മെമ്പറിന് നമ്മൾ എന്താണ് പറയുക? ബാലസ്റ്റർ എന്നാണ് പറയുക. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ, ബാലസ്റ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻക്ലൈൻഡ് റെയിൽ ഓവർ ദ സ്ട്രിങ് ഈസ് നോൺ ആസ്. എന്താണ്? ഓപ്ഷൻ സി, ഹാൻഡ് റെയിലാണ് വരുന്നത്.
Next question. Dash is a horizontal distance between the faces of two consecutive risers. അപ്പോൾ രണ്ട് റൈസേഴ്സ് തമ്മിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് നമ്മൾ എന്താണ് പറയുക? ഗോയിങ് എന്നാണ് പറയുക. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ഗോയിങ് ആണ്. The horizontal platform between two flights of stairs is known as എന്താണ്? ഓപ്ഷൻ എ ലാൻഡിങ് അല്ലേ? അതായത് രണ്ട് ഫ്ലൈറ്റുകൾ തമ്മിൽ കൊടുക്കുന്നൊരു ബ്രേക്ക് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ എന്താ പറയുക? ലാൻഡിങ് എന്ന് പറയാം. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ലാൻഡിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The projecting part of the thread beyond the face of riser is known as. അതായത് ഒരു ത്രെഡിൽ പ്രൊജക്റ്റിംഗ് പാർട്ടിനെയാണ് നമ്മൾ പറയുക എന്താണ് പറയുക? നോസിങ് എന്നാണ് പറയുക. ഓപ്ഷൻ ഡി നോസിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The vertical or front member of the stub is connected to the threads is known as. അതായത് ത്രെഡ്സിനെ കണക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ മെമ്പർ ഏതാണ്? റൈസർ അല്ലേ? വെർട്ടിക്കൽ മെമ്പറിന് നമ്മൾ റൈസർ എന്നാണ് പറയുക. വെർട്ടിക്കൽ ഡിസ്റ്റൻസിന് നമ്മൾ എന്താണ് പറയുക? റൈസ് എന്നാണ് പറയുക. അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി റൈസർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടോട്ടൽ ലെങ്ത് ഓഫ് എ സ്റ്റെയർ ഇൻ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇസ് നോൺ ആസ്. അതായത് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വരുന്ന ടോട്ടൽ ലെങ്ത്തിന് നമ്മൾ എന്താണ് പറയുക? ഓപ്ഷൻ എ റൺ എന്നാണ് പറയുക. ഓക്കെ, ആൻസർ ഓപ്ഷൻ എ റൺ. Next question. Dash has one end or both ends splayed in plan. Answer ആയിട്ട് വരുന്ന ഓപ്ഷൻ സി സ്പ്ലേഡ് സ്റ്റെപ്പ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ കോമ്പിനേഷൻ ഓഫ് ത്രെഡ് ആൻഡ് റൈസർ ഈസ് നോൺ ആസ്. എന്താണ്? കോമ്പിനേഷൻ ഓഫ് ത്രെഡ് ആൻഡ് റൈസറിനെയാണ് നമ്മൾ എന്താ പറയുക? സ്റ്റെപ്പ് എന്ന് പറയാം. അപ്പോൾ ഓപ്ഷൻ ഡി സ്റ്റെപ്പാണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഡാഷ് ഓൾ സ്റ്റെപ്പ് ലീഡ് ഇൻ വൺ ഡയറക്ഷൻ ഓൺലി. നമ്മൾ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്? ഓപ്ഷൻ സി സ്ട്രൈറ്റ് സ്റ്റെപ്സ് അല്ലെങ്കിൽ സ്ട്രൈറ്റ് സ്റ്റെയേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്റ്റെയർ ടേണിംഗ് ത്രൂ വൺ റൈറ്റ് ആംഗിൾ ഇസ് നോൺ ആസ് ഡാഷ് സ്റ്റെയർ. വൺ റൈറ്റ് ആംഗിൾ മാത്രം ടേൺ ചെയ്യുന്നത് എന്താണ്? ക്വാർട്ടർ ടേൺ ആണ്. അതായത് 90 ഡിഗ്രി മാത്രം. 2 റൈറ്റ് ആംഗിൾസ് ആണെങ്കിൽ എന്താണ്? ഹാഫ് ടേൺ ആണ്. അതുപോലെ തന്നെ 3 റൈറ്റ് ആംഗിൾസ് ആണെങ്കിൽ 3 ക്വാർട്ടർ ടേൺ ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 1 റൈറ്റ് ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ആയിട്ട് വരുന്നത് ക്വാർട്ടർ ടേൺ. ഓപ്ഷൻ എ ക്വാർട്ടർ ടേൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്റ്റെയർ ടേണിംഗ് ത്രൂ 2 റൈറ്റ് ആംഗിൾസ് ഇസ് നോൺ ആസ്. ഇപ്പോൾ 2 റൈറ്റ് ആംഗിൾസിൽ ടേൺ ചെയ്യുന്ന സ്റ്റെയേഴ്സിന് നമ്മൾ എന്താണ് പറയുക? ഹാഫ് ടേൺ ആണെന്ന് പറയാം. ഹാഫ് ടേണിൽ വരുന്ന ഒരു ടൈപ്പ് ഏതാണ്? ഡോഗ് ലെഗ്ഡ് ആണ്. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഡോഗ് ലെഗ് സ്റ്റെയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ കേസ് ഓഫ് ഡാഷ് സ്റ്റെയർ ദർ ഇസ് എ വെൽ ഓർ ഹോൾ ഓർ ഓപ്പണിംഗ് ബിറ്റ്വീൻ ദ ഫ്ലൈറ്റ്സ് ഇൻ ദ പ്ലാൻ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ഓപ്പൺ ന്യൂ വെൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്റ്റെയർ ടേണിംഗ് ത്രൂ 3 റൈറ്റ് ആംഗിൾസ് ഇസ് നോൺ ആസ്. എന്താണ്? 3 ക്വാർട്ടർ ടേൺ. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ 3 ക്വാർട്ടർ ടേൺ സ്റ്റെയേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഡാഷ് ടൈപ്സ് ഓഫ് സ്റ്റെയേഴ്സ് ദ സ്റ്റെപ്സ് റേഡിയേറ്റ് ഫ്രം ദ സെൻറ്റർ ആൻഡ് ദേ ഡു നോട്ട് ഹാവ് ഐദർ ഇൻ ലാൻഡിംഗ് ഓർ എനി ഇൻ്റർമീഡിയറ്റ് ന്യൂവൽ പോസ്റ്റ്. ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? ഹെലിക്കൽ അല്ലെങ്കിൽ സ്പൈറൽ അല്ലെങ്കിൽ സർക്കുലർ. ഓപ്ഷൻ എ ഹെലിക്കൽ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡാഷ് ടൈപ്പ് ഓഫ് സ്റ്റെയർ ആർ യൂസ്ഫുൾ where the space available is limited and where the traffic is less. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി സ്പൈറൽ ആണ്. Next question. Dash stairs have any geometrical shape and they require no
ന്യൂവൽ പോസ്റ്റ്. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ജിയോമെട്രിക്കൽ സ്റ്റെയേഴ്സ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സും അതുപോലെ തന്നെ MCQs ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വൃത്തിയായിട്ട് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്റ്റെയേഴ്സ്. പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വൃത്തിയായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ താങ്ക് യു.